നമ്മുടെ ശരീരത്തിലെ മസിലുകൾ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അത് നമ്മുടെ ശരീരഭാരത്തിന്റെ 1 കിലോയ്ക്ക് 1 ഗ്രാം പ്രോട്ടീനാണ് ആവശ്യമുള്ളത്. ഏകദേശം 1 ഗ്രാമാണ് ആവശ്യമുള്ളത്. അത്യാവശ്യം മീന്, ഇറച്ചി, അതുപോലെ മുട്ട, പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്ന ഒരാൾക്ക് അത് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കത് പ്ലാന്റ് ബേസ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പയറുവർഗ്ഗങ്ങളിലേക്ക് പോവാം. ഏറ്റവും പ്രോട്ടീൻ കൂടുതലുള്ളത് ചെറുപയറിലാണ്. പിന്നെ അത് മറ്റു പയറുകളിലും ആവശ്യത്തിന് ഉണ്ട്. പ്രോട്ടീൻ ഉള്ള പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടെ ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ അതെടുക്കുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ ഇപ്പം അപ്പം, ചപ്പാത്തി, ചോറൊക്കെ എടുക്കുന്നതിന്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇത് രജിമ ബീൻസ് എന്ന് പറഞ്ഞാൽ കിഡ്നി ബീൻ എന്ന് പറയും. ഇതിൽ അത്യാവശ്യം 100 ഗ്രാമിന് 9 ഗ്രാമോളം പ്രോട്ടീൻ അതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗ്ഗ് കൂടി ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. രജിമ ബീൻസ് വെളുത്തുള്ളി ചേർത്ത് വെള്ളം ചേർത്ത് കുക്കറിൽ നന്നായിട്ട് 4-5 വിസിലടിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അത് നന്നായിട്ട് കുത്തിയെടുക്കുക. ആവശ്യത്തിന് തക്കാളിയും കുറച്ച് സവാളയും പച്ചമുളകും പിന്നെ എന്തെങ്കിലും ഹെർബ്സ് ഒക്കെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഹാർട്ട് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഈ രജിമ ബീൻസ് എന്ന് പറയുന്നത്. ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്. അതെല്ലാം നമ്മൾ കറക്റ്റ് അളവ് അറിഞ്ഞ് കഴിക്കണം എന്ന് മാത്രം. അപ്പോൾ ഒലിവ് ഓയിലും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചപ്പാത്തിയിൽ പല ഷേപ്പിലായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു കറി പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഫൂൽ മദാമസ് എന്ന് പറയുന്ന ഒരു വിദേശ ഐറ്റം ആണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇത് വെയിറ്റ് ലോസ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം വിശക്കാതിരുന്നോളും. പിന്നെ ഹാർട്ട് പേഷ്യൻസിനും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ നല്ലതാണ്. മറ്റ് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ മിതമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക.